ഹലോ നമസ്കാരം. രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ പറയാം കേട്ടോ. 30/4/25 കഥയാണേ. അപ്പോൾ എന്താ പറയുക, ബാമയെ വിളിച്ചുകൊണ്ട് വരികയാണ് ചന്ദ്ര അകത്തേക്ക്. അപ്പോൾ പറയും, എന്തിനാ ചന്ദ്ര നീ എന്നെ വിളിച്ച് എന്ന് ചോദിക്കുകയാണ് ബാമ വന്നിട്ട് കേട്ടോ. അപ്പോൾ പറയും, നിന്നെ ഇവിടുത്തെ പേക്കൂത്തകൾ കാണാൻ വേണ്ടി വിളിച്ചപ്പോൾ നീ അവരുടെ കൂടെ എന്ന് ചോദിക്കുക. പറയും, പേക്കൂത്തോ, ഇതെന്ത് നല്ലൊരു കാര്യമാണ്. അവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നിട്ട് ആ പൂമാല കെട്ടുന്നത് എന്ത് നല്ല കാര്യമാണ്. നോക്ക്, നീ ഭാഗ്യം ചെയ്തതാണ് ചന്ദ്രേ എന്ന് പറയും. അപ്പോൾ പറയും, എന്ത് ഭാഗ്യം, ഇവരെ കൂടെ ഇവിടെ നിന്ന് പൂമാല കെട്ടുന്നത് പറയും. അതല്ല, ഈ മാല കെട്ടുന്നത് ആരെ കഴുത്തിലാണോ ഇടാൻ പോകുന്നത് നമുക്ക് അറിയില്ലല്ലോ. വധൂവരന്മാരുടെ കഴുത്തിലിടുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമല്ലേ. നമ്മൾ കെട്ടുന്ന മാല അവരുടെ ഒരു ദിവസത്തെ ഓർമ്മകളല്ലേ. അപ്പോൾ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും, ഓ, നിന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അറിയാം. അപ്പോൾ പറയും, നിനക്കത് അറിയാഞ്ഞിട്ടാണ് ചന്ദ്ര, അത് അത്ര സന്തോഷമായിട്ടുള്ള ഇരിക്കേണ്ട സമയമാണ്. നിനക്ക് സന്തോഷമായിട്ട് ഇരുന്നൂടെ, എല്ലാവരും കൂടെ അങ്ങനെ ഇരുന്ന് ചിരിയും പാട്ടും കളിയും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നീയും എനിക്ക് സന്തോഷിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് ബാമ. അപ്പോൾ ചന്ദ്രൻ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോരുകയാണ് ചന്ദ്ര കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ തന്നെ വന്നിരിക്കുകയാണ്, ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ പറയൂ, എവിടെയെങ്കിലും ഒന്ന് പോയി കിടക്കാൻ വെച്ചാൽ പറ്റൂല, ഇവരുടെ ബഹളമാണ്. അപ്പോൾ ശ്രുതി കടന്നിട്ട് ഇങ്ങനെ കോട്ടുപോയൊക്കെ ഇടുകയാണ്. അപ്പോൾ പറയും, എന്താണ് ഇങ്ങനെ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയും, പൂക്കളെ പൂമാല കെട്ടി പറ്റി തന്നെ പറയുന്നത്. അപ്പോൾ പറയും, ഇന്ന് ഇത്രയും ആളുകൊണ്ട് ഇരുന്നിട്ടൊന്നും ഇത്രയും പൂമാല കെട്ടാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ശ്രുതി അറിയും, പോയി കിടക്കായിരുന്നു എന്ന് അറിയാണ് ശ്രുതി. അപ്പോൾ എങ്ങനെ കടന്നാലും ഇവരുടെ ചിരിയും കളിയും ബഹളവും കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് നോക്കി. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ നോക്കുമ്പോൾ പറയൂ, എന്തൊരു കഷ്ടമാണ്, എവിടെയെങ്കിലും ഒന്ന് പോയി കിടക്കാൻ നിവർത്തിയില്ല അറിയാം. അപ്പോൾ കാണാൻ ശ്രീകാന്ത് ഇരുന്ന് ഇങ്ങനെ ഉറക്കം തോന്നുന്നു. അപ്പോൾ പറയും, ശ്രീകാന്തും വാശിയും പോയി കടന്നുകൂടെ, നിങ്ങൾ എന്തിനാണ് ഇത് ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യം എന്താ, നിങ്ങൾക്ക് പോയി കടന്നുകൂടെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറയും, അപ്പോൾ വർഷം അടുത്ത വഴിക്ക് പറയും, നല്ല രസമാണ് ആൻറ്റി ഇങ്ങനെ ഇരുന്ന് ഇവർ പൂമാല കെട്ടുന്നത് കാണാൻ, ഞാനെന്തായാലും ഇപ്പോഴൊന്നും ഉറങ്ങില്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ഇവർക്ക് ഇത്രയും ഈ ഒരു പകലും ഒരു രാത്രിയും കൊണ്ടൊന്നും വലിയ പൂക്കടക്കാർക്ക് പോലും 500 മാല കെട്ടാൻ പറ്റില്ല. എന്നിട്ടല്ലേ ഇപ്പോൾ ഇവർ കെട്ടുന്നത്, ഇവർക്കൊന്നും കെട്ടി കൊടുക്കാൻ പറ്റില്ല നാളേക്ക് എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ സച്ചി പറയും, കണ്ടോ അച്ഛാ നിരുത്സാഹപ്പെടുത്തുന്നത് അറിയും. അപ്പോൾ രവി പറയുകയാണ്, നീ എവിടെയെങ്കിലും പോയി ഒന്ന് കടന്നുറങ്ങുക ചന്ദ്രൻ, അത്രയെങ്കിലും ഒരു ആശ്വാസം കിട്ടില്ല, നീ സഹായിക്കണ്ട, എന്നാലും ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളെ രേവതി വർഷോട് പറയണേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയിൽ വിശ്വാസമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നാളെ ഈ 500 മാല ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയാണ്. കേട്ടില്ലേ നോക്കി പറയും. അപ്പോൾ വർഷ പറയും, അപ്പോൾ വർഷം അടുത്ത വഴിക്ക് ശ്രീകാന്ത് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് കുറേ നേരമായില്ലേ, നമുക്ക് പോയിട്ട് ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, നമുക്ക് കുൽഫി മേടിച്ചാലോ എന്ന് പറയും. അപ്പോൾ പറയും, ഈ നേരത്തെ ഏതാ ഇവിടെ കട തുറന്നിരിക്കുന്നത്, ഈ നേരത്ത് കടയൊന്നും ഉണ്ടാവില്ല അറിയും ചന്ദ്ര. അപ്പോൾ പറയും, അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാണ്, ഇപ്പോൾ പകൽ പോലെ തന്നെ രാത്രി എല്ലാവരും നൈറ്റ് ഡ്രൈവും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യുകയാണ്, അമ്മയ്ക്കത് അറിയാഞ്ഞിട്ടാണ് പറയും. അപ്പോൾ ഇവർ രണ്ടാളും കൂടെ പോകാൻ നിൽക്കുമ്പോഴേക്കും ഫോൺ വരികയാണ് നമ്മുടെ സച്ചിക്ക് കേട്ടോ. സച്ചിക്ക് ഫോൺ വരുമ്പോൾ സച്ചി ഫോൺ എടുക്കണം. അപ്പോൾ ഹലോ എന്ന് പറയും, അനൂപാണ് വിളിക്കുന്നത്. അപ്പോൾ അന്നേരം സച്ചി, എനിക്ക് സമാധാനമല്ലടാ, നാളത്തെ കാര്യം, ഇപ്പോൾ നീ ഉറങ്ങിയില്ല അനൂപയ്ക്ക്, ഉറങ്ങുക, നല്ല കാര്യമായി, നാളത്തെ അത് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനായിട്ട് വയ്യ. മാലയ്ക്ക് ഞങ്ങൾ കൃത്യസമയത്ത് അവിടെ എത്തിക്കും, നീ അതാലോചിച്ച് പേടിക്കൊന്നും വേണ്ട, 500 മാല ഞങ്ങൾ അവിടെ എത്തിക്കുന്നറിയാം. അപ്പോൾ അറിയാം, സമാധാനമായി, കാരണം എത്തിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് സംഭവം അവിടെ എത്തിക്കഴിഞ്ഞാൽ സാറ് കൂടുതൽ കാശ് തരും ചെയ്യുന്നു. കൂടുതൽ കാശൊന്നും വേണ്ടടാ, പറഞ്ഞ സമയത്ത് തന്നെ സാധനം ഞങ്ങൾ അവിടെ എത്തിക്കും എന്നിങ്ങനെ പറയുകയാണ് സച്ചിയോട്. നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ അറിയും. ഇവിടെ എല്ലാവരും കൂടെ രേവതി ഫുൾ ടീമിനെ ഇറക്കിയിട്ടുണ്ട് ഇവിടെ പൂമാല കെട്ടാൻ, അവർ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ പൂമാല കെട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് സമയത്തെത്തും, നീ അതിനാലോചിച്ച് ടെൻഷനാവേണ്ട പറയും. അപ്പോൾ പറയും, ശരിയാടാ, എനിക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ അനൂപ് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ അപ്പോഴേക്കും ശ്രീകാന്തും വർഷയും കൂടെ പോയിട്ട് കുൽഫി മേടിച്ചിട്ടാണ് അവർ പോവുക. അപ്പോൾ ശ്രുതി പറയും, നമുക്കിത് പോയി കിടക്കറിയാം. അപ്പോൾ പറയും, ശരി പോയി കിടക്കാം. അപ്പോൾ അല്ലാണ്ട് കുൽഫി കൊണ്ടുമ്പോൾ കഴിക്കണ്ടേ എന്ന് പറയും ശ്രുതിയോട്. അപ്പോൾ പറയും, കുൽഫി ഒന്നും വേണ്ടത്, വന്ന് കടന്നേ അറിയും. അങ്ങനെ രണ്ടുപേരും കൂടെ പോയി കിടക്കുകയാണ് കേട്ടോ. ശ്രീകാന്ത് വർഷം പോകും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ടും ചന്ദ്രയ്ക്ക് ഒരു സമാധാനവും ഇല്ല, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അത് കഴിയുമ്പോഴേക്കും കാണാൻ ഉറക്ക. അപ്പോൾ പറയും, നീ എന്താ ശ്രുതി എന്താ കിടക്കാത്തത് ചോദിക്കുക ശ്രുതി. അപ്പോൾ അതല്ല, ഫുഡ് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ,
പിന്നെ അവർ ഇത് കൊടുത്തിട്ടുണ്ടാകും, കുൽഫി ഇപ്പോൾ കൊണ്ടുവരും, നമുക്കുള്ളതും കൂടെ കൊണ്ടുവരും, നമുക്കത് കഴിച്ചിട്ട് വന്ന് കിടക്കാമായിരുന്നു പറയും. സൂചി അത് മിണ്ടാണ്ടിരിക്കുക, ഇപ്പോൾ കുൽഫി കഴിക്കാൻ പോകുമല്ലേ. അപ്പോൾ കാണാൻ താഴ്ത്തുനിന്ന് കുൽഫി റെഡി കുൽഫി റെഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ഉറക്കെ വർത്താനം പറയണ്ടാവും. എല്ലാവരും വന്നോളൂ, എല്ലാവർക്കും തരാം കുൽഫി റെഡി എന്ന് പറഞ്ഞിട്ട് പറയും, ശ്രുതി നീക്ക് കുൽഫി കൊടുത്തണോ, നമുക്കുള്ള കുൽഫിയും കൂടെ ഉണ്ടാവും, നീ വാ എന്നറിയാം. അപ്പോൾ അവർ നീച്ച് ഓടുകയാണ് നമ്മുടെ ശ്രുതി. പിന്നാലെ ശ്രുതി പറയും, എന്തായാലും അത് വേസ്റ്റ് ആക്കണമെന്നുണ്ട്. അവരുണ്ടാളും കൂടെ ഇറങ്ങണം കേട്ടോ താഴത്തേക്ക്. ഇവിടെ വന്നിട്ട് എല്ലാവർക്കും കുൽഫി കൊടുക്കണം, ഓരോരുത്തർക്ക് കൊടുക്കണം. അപ്പോൾ മറ്റേ ചന്ദ്ര പറയും, ഈ സാധനമൊന്നും ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല, ജലദോഷം വരുള്ളൂ, ഇതൊന്നും ഇപ്പോൾ കഴിക്കാൻ പാടില്ല, തണുപ്പല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അമ്മയ്ക്ക് വേണ്ട വയ്ക്കും. അപ്പോൾ ഇങ്ങനെ സംശയിക്കും. അപ്പോൾ വർഷ പറയും, നല്ലതാണ് ആൻറ്റി, അതങ്ങനെയൊന്നും ഇല്ല അറിയും. ഇപ്പോൾ കൊടുത്തതല്ലേ കളയേണ്ട അറിയും. അപ്പോൾ പറയും, അപ്പോൾ നമ്മൾ സച്ചി എടുത്തൊഴിക്കാറ്, ഇനി അത് കഴിച്ചിട്ട് ഇനി ജലദോഷം പിടിച്ചു എന്ന് പറയരുത് കേട്ടോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ കൊടുക്കും. എല്ലാവരും കൂടെ കുൽഫി എടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ്, എല്ലാവർക്കും കൊടുത്തിട്ട്. അപ്പോഴേക്കും പിന്നെ എല്ലാവരും കഴിക്കുകയാണ് കുൽഫി. പക്ഷേ നമ്മൾ രേവതി മാത്രം കുൽഫി കഴിക്കുന്നില്ല. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് രേവതിയോട്, എന്താണ് കഴിക്കാത്തതെന്ന് പറയുമ്പോൾ പറയും, അത്രയും സമയം പോവല്ലേ എന്നറിയും. അപ്പോൾ എല്ലാവരും സച്ചിയോട് പറയും, സച്ചിയുടെ ഒരു കൈ ഫ്രീ അല്ലേ, സച്ചിക്ക് എന്താ രേവതിക്ക് കൊടുത്താൽ എന്നറിയും. അപ്പോൾ പറയും, എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ കുൽഫി, അറിയാം, ഒന്നിലല്ലേ ഉള്ളൂ, ഒന്നിലെന്താ, ഒന്ന് ഫ്രീ അല്ലേ, വേഗം കൊടുത്തൂടെ. അപ്പോൾ സച്ചി അടുത്ത് പോയിട്ട് ഇങ്ങനെ കുൽഫിയുടെ ഒരു പാക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ നീട്ടും. അപ്പോൾ പറയും, ഞാൻ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയല്ലേ സച്ചിയേട്ടാ എന്നറിയും. അപ്പോൾ നമ്മൾ സച്ചി അത് തുറന്നിട്ട് മെല്ലെ ഇങ്ങനെ കൊടുക്കുകയാണ് കുൽഫി നമ്മുടെ എന്താ പറയുക, രേവതിയുടെ വായിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ രേവതി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ഭാമ ഇങ്ങനെ നോക്കി കണ്ണിൽ വെള്ളം നിറയ്ക്കട്ടാവും. ഈ ചന്ദ്രയുടെ കൂടെ കൂടിയിട്ടാണ് അതൊരു മുഷയായിട്ട് ചെയ്യണത്. പക്ഷെ അവർ ബേസിക്കലി നല്ലൊരു സ്ത്രീയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സങ്കടം വരികയാണേ. അപ്പോഴേക്കും കുൽഫി എന്നും പറഞ്ഞിട്ട് ശ്രുതിയും കൂടി ഓടി വരികയാണ്. അപ്പോൾ പറയടാ, ഞങ്ങൾക്കും വേണം കുൽഫി, 2 വേണമെന്ന് പറയും. എന്നിട്ട് അങ്ങനെ ശ്രീകാന്ത് എടുത്തിട്ട് കുൽഫി എടുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ കുൽഫിക്ക് ഒരു രുചിയില്ല എന്ന് പറയും. ഇതിൻ്റെ കുൽഫി നോക്കട്ടെ എന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് വാങ്ങിയിട്ട്, ഇത് നല്ല രുചിയുണ്ട് പറഞ്ഞിട്ട് 2 അവൻ്റെ കൈ പിടിക്കുക. അപ്പോൾ നമ്മളെ ശ്രുതി അങ്ങനെ വിളച്ചിലെടുക്കില്ല, എൻ്റെ ഇങ്ങോട്ട് കാട്ടെ എന്നിട്ട് ഇങ്ങനെ വാങ്ങുകയാണ്. അപ്പോഴേക്കും നമ്മളുടെ ഭാമയ്ക്ക് ആകെപ്പാടെ ഒരു വിഷമം പോലെ. അതിൽ ഭാമ എന്നിട്ട് ഇങ്ങനെ ചന്ദ്രയുടെ കൂടെ ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ട്. അതിൽ നിന്നിട്ട് പറയും, എന്താണ് നീ എന്താ കുൽഫി കഴിക്കുന്നത്, കുൽഫി കഴിക്കാഞ്ഞിട്ട് അപ്പോൾ എന്ന് പറയും ചന്ദ്ര. അതിൽ പറയും, എന്താ നിനക്ക് ഭാമേ, എന്താ ചന്ദ്രേ നിനക്ക്, നോക്ക് നീ ഒന്ന് വിചാരിച്ച ഈ വീട് സ്വർഗം പോലെയോ, നിനക്ക് ഭർത്താവും മക്കളും മരുമക്കളൊക്കെ ഇട്ട് എന്ത് രസമാണ് ഈ വീട്, നീ എന്താ ഇങ്ങനെ പെരുമാറുന്നത്. ആ സച്ചിയുടെയും രേവതിയുടെ സ്നേഹം കണ്ടോ, ആ സച്ചി അവൾക്ക് രേവതിക്ക് കുൽഫി കൊടുക്കുമ്പോൾ അവൻ്റെ ആ ഒരു സ്നേഹം കണ്ടോ എന്ന് പറയുമ്പോൾ, പിന്നെ അവരുടെ ഒരു സ്നേഹം അങ്ങനെയാണ് ഇങ്ങനെ, നിനക്കറിയില്ല അവളുടെ സ്വഭാവം അതാണ് അറിയും, ഇതാണെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ഭാമോട് പറയും. അപ്പോൾ പറയും, നിനക്കറിയാഞ്ഞിട്ടാണ്, എന്ത് സ്നേഹമാണ് പിന്നെ സച്ചിക്ക് രേവതിയോട്. ആ രേവതി നല്ലൊരു കുട്ടിയായതുകൊണ്ട് ഇത്രയും പേര് വിളിച്ചിട്ട് വന്നത് പൂമാല കെട്ടാൻ വേണ്ടിയിട്ട്. അവളുടെ മോശം സ്വഭാവമാണെങ്കിൽ ആരെങ്കിലും വരുമോ സഹായിക്കാൻ, ഇവിടെ വന്ന് ഞാൻ പോലും പൂക്കൾ കെട്ടാൻ വേണ്ടി ഇരുന്നില്ലേ എന്നറിയും. അപ്പോൾ പറയാം, അതപ്പോൾ വലിയ കാര്യം എന്നറിയും. നിനക്കത് അറിയാഞ്ഞിട്ട്, ആരും ഇല്ലാത്തവരാകുമ്പോഴേല്ലോ എൻ്റെ മനസ്സറിയാം, എൻ്റെ ഭർത്താവ് മരിച്ചു, ആകാനുള്ളൊരു മകൻ അവനെ എന്നിട്ടിട്ട് പോയി, ഞാൻ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, എന്തുണ്ടായിട്ട് എന്താ കാര്യം, തനിച്ചാവുമ്പോഴേ അതിൻ്റെ വേദന നിനക്ക് മനസ്സിലാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ചന്ദ്രൊന്നും മിണ്ടില്ല. ഭർത്താവ് മരിച്ച കാര്യമൊക്കെ പറയുമ്പോൾ മിണ്ടാണ്ട് അങ്ങനെ നോക്കും. നീ ഫ്ലാഷ് ബാക്ക് എന്തിനാപ്പോൾ എന്നോട് പറയാൻ നിൽക്കുന്നത്, അത് നിനക്ക് അറിയാഞ്ഞിട്ടാണ്, ഇപ്പം നിനക്ക് എല്ലാവരും ഉണ്ട്, ആരും ഇല്ലാത്തൊരു അവസരം വരുമ്പോഴേ നിനക്കതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഭാമ. അപ്പോൾ പറയും, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പോൾ ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം ഇവളുടെ സ്വഭാവം പഴയത് മാതിരി തന്നെ എന്ന് പറയും. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ നോക്കുമ്പോൾ കുൽഫിയൊക്കെ കഴിച്ചു, പിന്നെ എല്ലാവരും ഒന്നും മയങ്ങും. അപ്പോൾ സച്ചി നോക്കുമ്പോൾ ഇങ്ങനെ ഉറങ്ങുകയാണ് കിടന്നിട്ട്. അപ്പോൾ കുറേ പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ തൂങ്ങി പിടിച്ച് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ രേവതിയും ദേവും ഒന്ന് കിടന്നിട്ടുണ്ട്. ചന്ദ്രയ്ക്ക് എണീറ്റ് വീണു. അപ്പോൾ ഇങ്ങനെ പൂവിട്ടുമ്പോൾ രവി എല്ലാവരും കിടക്കാൻ പോയി. അപ്പോൾ നമ്മുടെ ദേവു മാത്രമേ രേവതി മാത്രമേ പൂവ് കെട്ടുന്നുള്ളൂ. അപ്പോൾ പറയും, എല്ലാവരും കടന്നല്ലോ, ഞാൻ പറഞ്ഞതാ സച്ചിട്ട് എല്ലാവരോടും ഒന്ന് മയങ്ങിക്കോളാൻ പറഞ്ഞത്, എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി അധികം മാല വേണം വയ്ക്കുമ്പോൾ, ഇനി അധികം ഒന്നും വേണ്ട, കുറച്ചും കൂടെ മതി എന്നൊക്കെ പറയും. അപ്പോൾ എന്നിട്ട് പറയും, നിനക്ക് വേണമെങ്കിൽ ഒന്ന് കടന്നുറങ്ങുമ്പോൾ കിടക്കണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയും. സച്ചിട്ടൻ വേണമെങ്കിൽ കടന്നു പറയും, അത് വേണ്ട, ഞാൻ നിനക്ക് കൂട്ടിയിരിക്കാമെന്ന് പറയും. അങ്ങനെ ഇന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവളിങ്ങനെ കോട്ടുപോയ
ചായയൊക്കെ ഇടുന്ന കാണുമ്പോൾ നമ്മളെ സച്ചി പോയിട്ട് അടുക്കളയിൽ പോയിട്ട് പാല് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് കൊണ്ടുപോയി ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. ചായ ഉണ്ടാക്കിയിട്ട് രേവതിക്ക് കൊടുന്ന് കൊടുക്കുന്നുണ്ട്, കുടിച്ചോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ ചായ കുടിക്കുമ്പോൾ എങ്ങനെയുണ്ട് ചായ ചോദിക്കും രേവതിയോട്. അപ്പോൾ രേവതി അങ്ങനെ കഷ്ടപ്പെട്ട പോലെയാണ് കുടിക്കുമ്പം നല്ല ചായയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പം എന്ത് ചെയ്യുന്നത്, എനിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാനൊക്കെ അറിയാം നല്ല ചായ എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ എന്തേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല, അശോ ഞാൻ മധുരം ഇടാൻ മറന്നു എന്ന് പറയും കേട്ടോ സച്ചി. അയ്യോ എന്നിട്ട് പറയും അല്ല കുഴപ്പമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, രസമുണ്ട്, ചായ രസമുണ്ട് എന്നൊക്കെ പറയും. എന്നിട്ട് രണ്ടാളും കൂടെ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ച് പിന്നെയും പൂമാലയൊക്കെ കെട്ടുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വന്ന് എല്ലാവരും പൂമാലയൊക്കെ ഏതാണ്ട് 500 പൂമാല കെട്ടി ബോക്സുകളിലാക്കിയിട്ട് ഓട്ടോറിക്ഷയിൽ കയറ്റുകയാണ്. പിന്നെ അവരുടെ മുന്നിലൊരു പെട്ടി ഓട്ടോ വന്ന് നിർത്തിയിട്ട് അതിൽ ഈ പൂക്കളൊക്കെ ഇങ്ങനെ മാലകളാക്കിയതൊക്കെ ഇങ്ങനെ ഓരോന്ന് ബോക്സുകൾ കയറ്റുന്നുണ്ട് കേട്ടോ. കയറ്റുന്ന സമയത്ത് ആൻ്റണിയുടെ 2 ഗുണ്ടകൾ നിന്ന് പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കുക. അവൻ്റെ പിന്നാലെ നടക്കണ്ടല്ലോ 2 ആൾ തടിയന്മാർ. അവന്മാർ നിന്നിട്ട് ഇങ്ങനെ മതിലിൻ്റെ പുറത്ത് നിന്നിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഇത് കാണുകയാണ്. എന്താണ് മാലകൾ വണ്ടി കയറ്റുന്നത് കാണുക. അപ്പോൾ സച്ചിയെ നോക്കുമ്പോൾ കാണാം ഡ്രൈവർ നിന്നിട്ട് ആരോടും അങ്ങനെ സംസാരിക്കുക. അപ്പോൾ രേവതിയുടെ ഭാര്യയോടാണ് തോന്നുന്നു സംസാരിക്കുന്നത്. കുറേ നേരമായി തുടങ്ങിയിട്ട് അറിയാം. അപ്പോൾ അവന് ഭാര്യയൊന്നുമില്ല, അവൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അറിയാം. എന്നാൽ പിന്നെ കാമുകിയോടാവും സംസാരിക്കുന്നത്. ആരോടാണാവോ സംസാരിക്കുന്നത്, അങ്ങനെന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ പറയും ഒരു ഗുണ്ടയത്ത് ഒരുത്തം പറയും നമുക്ക് പോയിട്ട് ആ വണ്ടി എടുത്തും കൂടെ അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാം എന്നിട്ട് വേണം നിനക്ക് ആശുപത്രി കടന്നിട്ട് ആശുപത്രിയിലെ കഞ്ഞി കുടിക്കാൻ ആഗ്രഹമുണ്ടോ നോക്കി. എന്ത് വയ്ക്കും സച്ചിയാണ് ആളത്, അവൻ ഇടിച്ച് പപ്പടാക്കി കളയും. നമ്മൾ പറഞ്ഞ ജോലി ചെയ്യാം, വണ്ടി ഇറങ്ങുമ്പോൾ നമുക്ക് അത് വഴിയിൽ വെച്ച് തടയാം. അങ്ങനെയാണ് അവരുടെ പ്ലാൻ. വേറെ ആളുകളെ ഇറക്കിയിട്ടാണ് വണ്ടി പിന്നെ അടിച്ചു മാറ്റാനാണ് അവരുടെ പ്ലാൻ കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഏതാണ്ട് പൂക്കളൊക്കെ കെട്ടി 500 മാലയും കെട്ടി പിറ്റേ ദിവസം മണ്ഡപത്തേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ചെമ്മനീർ പൂവ് നമുക്ക് കുഴപ്പമില്ല, നല്ല മിസ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ അതുപോലെ രാധാസ് ഫാമിലി കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നവർ വെച്ചാൽ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്, അപേക്ഷയാണ്. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യും, പിന്നെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയും ചെയ്യണേ, അപേക്ഷയാണ് കേട്ടോ. ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ് പ്ലീസ്. പിന്നെ അങ്ങനെ കഥയാണ്, കുറേ മിസ്റ്റേക്കുകളൊക്കെ വരും, ക്ഷമിക്കുക. ഇപ്പോൾ 2 വട്ടം കണ്ടിട്ടും ചില പ്രശ്നങ്ങളുണ്ട്, അത് കാരണം മുഴുവനായിട്ട് കഥ അവിടെ ഇവിടെയൊക്കെ മിസ്സായി പോയിട്ടുണ്ട്, ക്ഷമിക്കണം. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഒരു നല്ല ഒരു ദിവസം ആശംസിച്ചിട്ട് നിർത്തണു. താങ്ക് യു.